കുട്ടി രാമലേന്ദ്രനെ ഒന്ന് പിടിച്ചോ. ഇത്തരം ഞെട്ടിക്കുന്ന കാഴ്ചകൾ കാണുമ്പോ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് വരും. ഓൾഡേജ് അല്ലേ? പ്രധാനപ്പെട്ട വിവരം, രഞ്ജിത്ത് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? അങ്ങനെയൊന്നും പറയാതെ വിജയ, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കഷ്ടകാലം. വെളിപ്പെടുത്തലിന് പിന്നാലെ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സിദ്ദിഖ്. ചേട്ടാ, ആരുടെയും സങ്കടം കണ്ടുവെക്കാൻ എനിക്ക് കഴിയില്ലേ, അതുകൊണ്ടാ. വേണു, നീ ഒരു കലാകാരനാണ്. വലിച്ചെറിയൂ നിന്റെ ജോലി. കലാകാരന്മാർ കൂലിപ്പണിക്കാരാവരുത്. ഈ പ്രതികരണത്തിന് 24 മണിക്കൂറിനുള്ളിൽ ഗുരുതര ആരോപണം ആദ്യം ഉയർന്നത് സിദ്ദിഖിനെതിരെ തന്നെ. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. അപ്പൊ ഇതൊക്കെ തന്നെ പരിപാടിയല്ലേ, വെറുതെ മനുഷ്യരെ ഭ്രാന്താക്കാൻ. മലയാള സിനിമയിലെ കൊടും ക്രിമിനലായ സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് തന്നെ വിലക്കണമെന്ന് രേവതി പ്രതികരിച്ചു. ഇത്രയും വൃത്തികെട്ട ഒരുത്തനെയാണല്ലോ കൂടെ കൊണ്ടിടുന്ന ആലോചിക്കുമ്പോ എന്റെ തൊലി ഉരിയെ. രാജിവെച്ചു, അയാള് വെക്കണം. ടു ലേറ്റ് ആണ്. ഇതിനു മുന്നേ അയാളെ എടുത്ത് പുറത്തെറിയേണ്ട കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവൻ ഇനിയും മതിയായില്ലേ? എന്റെ പുക കണ്ടേ അവൻ അടക്കമുള്ളൂ. നീ കളിയാക്കിക്കോ. രാജി മാത്രമല്ല, എന്താണ് അയാളെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. ഫൈവേഴ്സിന്റെ ഡ്രീമില് ചവിട്ടി കയറി നിന്ന് ഉണ്ടാക്കിയ പദവിയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സ്പേസ് കൊടുക്കുന്ന ആളുകളെയും കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. പറയരുത്, കാണിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു. ഈ 1-2 പേരിൽ ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ പരാതി അത് ഇനിയും വർദ്ധിക്കുമെന്നത് ഉറപ്പാണ്. അന്നം തിന്ന് വളർന്നവൻ ഇമാതിരി ചത്തത്തരം കാണിക്കലടാ. അവന്റെ ലോകം അവൻ കണ്ടെത്തണം. അവിടെ സസ്പെൻഷൻ ഇല്ല, ഡിസ്മിസൽ ഇല്ല. ആരോപണ വിധേയരായ ഓരോരുത്തരുടെയും മുഖംമൂടി അഴിഞ്ഞു തന്നെ വീഴും. നിയമത്തിന് മുന്നിൽ എത്തിപ്പെട്ടേ മതിയാകും. അതെ, ഞാൻ ഔദ്യോഗികമായിട്ടുള്ള രാജീവ് മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്, പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാലും നല്ല ഒന്നാന്തരം ജോലിയല്ലേ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അത്ര നല്ല ജോലിയൊന്നുമല്ല. ഇന്നത്തോടെ വാസു ഒടുങ്ങി മടങ്ങി തുളങ്ങി മടങ്ങി. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എനിക്ക് പോകാനൊരു വണ്ടി വേണമായിരുന്നു.